കാലിക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പിൽ റിട്ടേണിംഗ് ഓഫീസർ തള്ളിയ 2 പത്രികകൾ സ്വീകരിക്കാൻ ചാൻസലറുടെ നിർദ്ദേശം. പ്രൊഫസർ പി രവീന്ദ്രൻ, പ്രൊഫസർ ടി എം വാസുദേവൻ എന്നിവരുടെ പത്രിക സ്വീകരിക്കാനാണ് ചാൻസലർ നിർദ്ദേശം നൽകിയത്. തെരഞ്ഞെടുപ്പ് നടപടികൾ പുനരാരംഭിക്കാനും ചാൻസലറായ ഗവർണർ സർവകലാശാലയ്ക്ക് നിർദ്ദേശവും നൽകി. വിവരങ്ങൾ നൽകാൻ സോണൽ കൃഷ്ണ ചേരുകയാണ്. സോണൽ, എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? സോണൽ, കേൾക്കാമെങ്കിൽ. കാലിക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പിലാണ് റിട്ടേണിംഗ് ഓഫീസർ തള്ളിയ 2 പത്രികകൾ സ്വീകരിക്കാൻ ചാൻസലറുടെ നിർദ്ദേശം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? കാലിക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തത്. അതിന്റെ പിന്നാലെയാണ് ഇപ്പോൾ ഒരു നീക്കവുമായി ഗവർണർ തന്നെ രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതായത് ചാൻസലർ കൂടിയായിട്ടുള്ള ഗവർണർ റിട്ടേണിംഗ് ഓഫീസർ തള്ളിയ 2 പത്രികകൾ സ്വീകരിക്കാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതുതായി നൽകാനുള്ള വിവരം. പ്രൊഫസർ പി രവീന്ദ്രനെയും പ്രൊഫസർ TPM വാസുദേവൻ എന്നിവരുടെ ഈ 2 പേരുടെയും പത്രിക സ്വീകരിക്കാനാണ് ചാൻസലർ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് നടപടികൾ പുനരാരംഭിക്കാനും ചാൻസലർ കൂടിയായിട്ടുള്ള ഗവർണർ ഉത്തരവിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി പറയേണ്ടത്. യോഗ്യതയില്ലെന്ന് കാട്ടിയാണ് ഈ 2 പേരുടെ പത്രിക റിട്ടേണിംഗ് ഓഫീസർ നേരത്തെ തള്ളിയത്. ഇവർ നൽകിയ പരാതിയെ തുടർന്നാണ് ഇപ്പോൾ ഒരു നടപടി ഉണ്ടായിട്ടുള്ളത് എന്ന് വേണം നമുക്ക് നോക്കിക്കാണാം. കാരണം സർവകലാശാല സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, അതായത് ഇടതുപക്ഷത്തിന് മൃഗീയ സ്വാധീനമുള്ള ഒരു സിൻഡിക്കേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഏതൊക്കെ തരത്തിൽ ഇവരെ തള്ളാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുന്നു അതെല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഗവർണർക്ക് പരാതി കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതിന്മേലാണ് ഇപ്പോൾ ഒരു നടപടി വന്നിട്ടുള്ളത്.